ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഉപരിപഠനത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കാം. 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷാഫലങ്ങൾ പുറത്തുവരുന്ന ഈ വേള ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവാണ്. വിജയത്തിൻ്റെ നിറചിരികൾക്കൊപ്പം തന്നെ ഇനി എന്ത് എന്ന ചോദ്യം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ പലപ്പോഴും വലിയൊരു ആശങ്കയായി തീരാറുണ്ട്. വിദ്യാഭ്യാസ മേഖല ഇന്ന് മുമ്പത്തേക്കാളേറെ വിപുലവും വൈവിധ്യവുമാണ്. പരമ്പരാഗതമായ കോഴ്സുകൾ മാത്രം തിരഞ്ഞെടുത്തിരുന്ന കാലം മാറി അത്യാധുനികമായ സാങ്കേതിക വിദ്യയും നൈപുണ്യ വികസനവും മുൻനിർത്തിയുള്ള ഒട്ടേറെ പുതിയ പാതകൾ, അവസരങ്ങളുടെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് നമുക്ക് മുന്നിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോ ഇൻഫർമാറ്റിക്സ്, ഡാറ്റ സയൻസ്, പരിസ്ഥിതി പഠനം, സ്പോർട്സ് മാനേജ്മെൻറ്റ് തുടങ്ങി അതിവിപുലമായ തൊഴിൽ മേഖലയാണ് ഇന്ന് ലോകത്താകമാനം വളർന്നു വരുന്നത്. എന്നാൽ ഇത്രയേറെ ഓപ്ഷനുകളിൽ മുന്നിലുള്ളപ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത്തരം സാധ്യതകളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നേടുക എന്നതാണ് പ്രധാനം. പഠന വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ അഭിരുചിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് വിദഗ്ധർ പറയുന്നു. സുഹൃത്തുക്കൾ അത്തരം കോഴ്സുകൾക്ക് പോകുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ സമൂഹം ഒരു പ്രത്യേക കോഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നതുകൊണ്ടോ മാത്രം ഒരു പാത തിരഞ്ഞെടുക്കുന്നത് പിൽക്കാലത്ത് വലിയ പരാജയങ്ങൾക്ക് വഴിവെച്ചേക്കാം. പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ PR വെങ്കിട്ടരാമൻ പറയുന്നത് ശ്രദ്ധിക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞ മക്കൾക്കുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ഏത് സ്ട്രീം എടുക്കണം എന്നാണ് അവരുടെ കൺസേൺ. ഏകദേശം 23ഓളം സ്ട്രീം CBSE പറയുകയാണെങ്കിലും നമ്മുടെ കേരളത്തും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള CBSE സ്കൂളുകളിൽ കാണുന്ന മേജർ ആയിട്ടുള്ള 4 സ്ട്രീം, ബയോമാത്സ് എന്ന് പറഞ്ഞൊരു സ്ട്രീമുണ്ട്, മാത്സ് കമ്പ്യൂട്ടർ എന്ന രണ്ടാമത്തെ സ്ട്രീമുണ്ട്, കൊമേഴ്സിന്റെ സ്ട്രീമുണ്ട്, അവസാനമായിട്ട് ഹ്യൂമാനിറ്റീസിന്റെ സ്ട്രീമുണ്ട്. ഇതുകൂടാണ്ട് ബാക്കിയുള്ള ഒരു 10-12 സ്ട്രീം ചില സ്കൂളുകളിലൊക്കെ സെലക്ടഡ് ആയിട്ട് ഫാഷൻ ഡിസൈനിന്റെ സ്ട്രീമുണ്ട്, ബയോടെക്നോളജിയുടെ സ്ട്രീമുണ്ട്, സൈക്കോളജിയുടെ സ്ട്രീമൊക്കെ ഉണ്ട്. വരുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലായിടത്തും ഈ +1 +2 പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് ഒരു നല്ലൊരു സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് മക്കൾ ശ്രദ്ധിക്കണം. അതായത് കണക്ക് പഠിക്കാൻ വിരോധമില്ലെന്ന് വെച്ചാൽ എല്ലാ പാരന്റ്സും ശ്രദ്ധിക്കേണ്ടത് +1 +2 ഏത് സ്ട്രീം എടുക്കുകയാണെങ്കിലും കണക്ക് കൂടെ ഉള്ള ഒരു സ്ട്രീം എടുക്കുക. ഇപ്പൊ എല്ലാ സ്റ്റഡീസും എഡ്യൂക്കേഷനുകൾ ടെക്നോളജി ഡ്രിവൺ ആണ്. കൂടാണ്ട് AI വന്നു വരികയാണ്. ഈ AIയും ടെക്നോളജിയും നമ്മുടെ കയ്യിൽ ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് ഒരു സ്കില്ല് വരണമെങ്കിൽ കണക്ക് പഠിക്കണം. മാത്സിനോടൊരു ടെൻഷനുള്ള മക്കൾക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. മാത്സ് ഇല്ലാണ്ട് സ്കൂളിൽ പഠിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ പഠിക്കുക. മാത്സ് ഇല്ലാണ്ട് പഠിക്കുക. മാത്സ് നിങ്ങൾക്ക് NI വോയിസ് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഹ്യൂമാനിറ്റീസ് പഠിക്കുക. മാത്സ് NI വോയിസ് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മാത്സ് തോറ്റാലും നമ്മൾ +2ന്റെ റിസൾട്ടിനെ ബാധിക്കില്ല. ആ മാത്സിൽ കിട്ടുന്ന മാർക്ക് ഈ +2ന്റെ മാർക്കിലോട്ട് ബാധിക്കില്ല. മാത്സ് നമുക്ക് STEM എന്ന് പറഞ്ഞ ഒരു സ്ട്രീം ഉണ്ട്. അതിന്റെ പേര് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആണ്. കണക്കിന് CBSE ആണെങ്കിൽ ഒരു 75% മാർക്ക്, സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു 75-80% മാർക്ക് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാത്സ് ഉള്ള ഒരു STEM സബ്ജക്ട് എടുക്കാം. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട്. കൊമേഴ്സ് എടുത്താലേ CAക്ക് പോകാൻ പറ്റുള്ളൂ, കൊമേഴ്സ് എടുത്താലേ CS പോകാൻ പറ്റുള്ളൂ, കൊമേഴ്സ് എടുത്താലേ അക്കൗണ്ടൻസി പഠിക്കാൻ പറ്റുള്ളൂ. ഇതിൽ കുറേയൊക്കെ വാസ്തവമുണ്ട്. നമ്മൾ +1 +2 ക്ലാസ്സുകളിൽ കോമേഴ്സ് പഠിക്കുന്നതുകൊണ്ട് അക്കൗണ്ടൻസി BCom മുമ്പ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് എളുപ്പമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. മിടുക്കന്മാരായിട്ട് പല ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇപ്പോഴത്തെ കാലത്ത് കാണുന്നത് അവർ സയൻസ് പഠിച്ചിട്ട് CAക്ക് പോകുമ്പോഴാണ് മിടുക്കന്മാരാണ്. കുറച്ചുകൂടി അനാലിറ്റിക്കൽ മൈൻഡ് വരും. അക്കാദമിക് മികവിനൊപ്പം വ്യക്തിത്വ വികസനവും നേതൃപാഠവും വളർത്തുന്ന രീതിയിൽ വേണം ഓരോ കോഴ്സും തിരഞ്ഞെടുക്കേണ്ടത്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ മേഖലകളിലെ അമിത സമ്മർദ്ദങ്ങൾക്കിടയിൽ ആർട്സ്, ഹ്യൂമാനിറ്റീസ്, ഡിസൈനിങ് തുടങ്ങിയ മേഖലകൾ മികച്ച തൊഴിൽ സാധ്യതകളാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം. IIT, IIM, ISER തുടങ്ങിയ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രവേശന പരീക്ഷകളെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിൽ നടപ്പിലാക്കുന്ന പുതിയ 4 വർഷ ബിരുദ കോഴ്സുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്ന് ഡോക്ടർ വെങ്കിട്ടരാമൻ പറയുന്നു. +1 +2 സ്ട്രീം നമുക്ക് ഈ പറഞ്ഞ ഒരു 5 ഫണ്ടമെന്റൽ സ്ട്രീംസ് എടുത്തു കഴിഞ്ഞാൽ 728 കോഴ്സുകൾ നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാം. കോളേജുകളിൽ പോയി പഠിക്കാം, യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാം, ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാം.
അങ്ങനെ ഈ കോഴ്സുകൾ നമുക്ക് 4 or 5 തരമായിട്ട് മാറ്റാം. ഏറ്റവും ദീർഘമുള്ള കോഴ്സിന്റെ പേരാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സസ് എന്ന് പറയും. ആയതിനാൽ +2 കഴിഞ്ഞാൽ ഒരേ കോളേജിൽ ഒരേ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് 5 കൊല്ലമോ 6 കൊല്ലമോ കോഴ്സ് പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ദീർഘം കൂടിയ കോഴ്സ് ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്ട്രോക്കിൽ നമുക്ക് PG എടുക്കാം, ഒറ്റ സ്ട്രോക്കിൽ പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാം. അങ്ങനെ പഠിക്കുന്ന കോഴ്സുകൾക്ക് വാല്യൂ കൂടുതലാണ്, സിലബസ് ഇത്തിരി കൂടി നല്ലതാണ്, പ്രോജക്റ്റ് ഉണ്ട്, കുറച്ചും കൂടി ആ സ്ട്രീമിനോട് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനോട് നമുക്ക് അഫിനിറ്റി കൂട്ടാനും ആപ്റ്റിറ്റ്യൂഡ് കൂട്ടാനും ഗുണകരമായിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കാം. രണ്ടാമത്തെ കോഴ്സ് നമുക്ക് പഠിക്കാം കുറച്ചും കൂടി ദീർഘകാലം കുറഞ്ഞത് പ്രൊഫഷണൽ ഡിഗ്രീസ്. 4 കൊല്ലം പഠിക്കണം. 4 കൊല്ലം കൊണ്ട് MBBS പഠിക്കാം, 4 കൊല്ലം കൊണ്ട് BTech പഠിക്കാം, 5 കൊല്ലം കൊണ്ട് VRക്ക് പഠിക്കാം. അങ്ങനെ കുറേ അധികം കോഴ്സുകളുണ്ട്. അത് ഓരോ സ്ട്രീമിലും ഓരോ മാതിരിയാണ്. മാത്സ് കമ്പ്യൂട്ടർ പഠിച്ചവർക്ക് ഏകദേശം 23 പ്രൊഫഷണൽ ഡിഗ്രീസ് ഉണ്ട്. ബയോമാത്സ് പഠിച്ചവർക്ക് 16 പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അങ്ങനെ ഓരോ സ്ട്രീമിനും കോമേഴ്സ് പഠിച്ചവർക്കുണ്ട് 11 or 12 പ്രൊഫഷണൽ കോഴ്സ്. ഹ്യൂമാനിറ്റീസുകാർക്ക് 9 ഉണ്ട്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പല കോളേജിലും ഡിഗ്രീന് 1 കൊല്ലം കൂട്ടി ഹോണേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പല കോളേജിലും 3 കൊല്ലത്തെ ഡിഗ്രിയും ഉണ്ട്. BSc ഓണേഴ്സും ഉണ്ട്, BSc ഫിസിക്സ് ഓണേഴ്സും ഉണ്ട്, BSc ഫിസിക്സ് ഉണ്ട്. BSc ഫിസിക്സ് 3 കൊല്ലം, ഓണേഴ്സ് 4 കൊല്ലം. ഡിപ്ലോമ വലിയൊരു സക്സസ് ആണ്. അതായത് ഇപ്പോഴത്തെ ഡെവലപ്ഡ് വേൾഡില് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ എല്ലാവരും പഠിക്കുന്ന ഡിപ്ലോമ ആണ്. ജോലി കിട്ടണമെങ്കിൽ പഠനം മാത്രം പോരാ, സ്കില്ല് വേണം. ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠനം കുറവും സ്കില്ല് കൂടുതലാണ്. പിന്നെ ഇത് കൂടാണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, 8 മാസം 1 കൊല്ലം കൊണ്ട്. അതും ജോലി കിട്ടുന്നുണ്ട് ഇഷ്ടംമാതിരി. ഹരിയാനയിൽ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ ആകെ 8 മാസത്തെ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഉണ്ട്. ഇവിടെ ഡെറാഡൂണിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ 12 മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട്, അണ്ടർ വാട്ടർ വെൽഡിംഗ്. എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്. ഇത് എടുക്കേണ്ടത് ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ കുടുംബത്തിലെ അവസ്ഥയും, നമുക്ക് എന്താണ് ജോലി കിട്ടേണ്ടത്, ഏത് ടൈപ്പ് ജോലി വേണം. അപ്പൊ നമ്മുടെ ഈ കരിയറിന് നമ്മൾ എന്താ വെച്ചാൽ പുറകോട്ട് വർക്കൗട്ട്. എല്ലാവരും നമ്മൾ മുമ്പോട്ട് നോക്കി പോകും. നിർഭാഗ്യവശാൽ കരിയർ നമ്മൾ ബാക്ക്വേർഡാണ്. എന്താകണമെന്ന് ഒരു ഫിക്സ് ചെയ്യട്ടെ. എനിക്കൊരു ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്, ഡിപ്ലോമ ആണ് ഏറ്റവും നല്ലത്. എനിക്കൊരു ഏവിയേഷൻ എഞ്ചിനീയർ ആണ്, ഡിപ്ലോമ ആണ് നല്ലത് ഏവിയേഷനിൽ. അപ്പൊ നമുക്ക് എന്താകണമെന്ന് ഫിക്സ് ചെയ്തിട്ട് പുറകോട്ട് വർക്ക് ചെയ്യാം. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിശ്വസനീയമായ സർക്കാർ സംവിധാനമാണ്. അസാപ്പ് നൽകുന്ന തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസന കോഴ്സുകൾ ISO അംഗീകൃതവും നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻസ് ഫ്രെയിംവർക്കിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയുമാണ്. പരിശീലന കേന്ദ്രങ്ങൾക്ക് പുറമെ ഓൺലൈൻ, ഓഫ്ലൈൻ, ഹൈബ്രിഡ് രീതികളിൽ വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. IT, ബാങ്കിംഗ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ, ആർക്കിടെക്ചർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വിദേശ ഭാഷാ പഠനം തുടങ്ങി 19ഓളം വ്യത്യസ്ത മേഖലകളിലായി 150-ലധികം കോഴ്സുകൾ ഇന്ന് അസാപ്പ് വഴി ലഭ്യമാണെന്ന് പരിശീലന വിഭാഗം മേധാവി ലൈജു IP നായർ പറഞ്ഞു. വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിലൂടെ പുതിയ കാലത്തെ തൊഴിലവസരങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞാണ് അസാപ്പിൽ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ അസാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഡ്രോൺ ടെക്നോളജി തുടങ്ങിയവയ്ക്കുള്ള അത്യാധുനിക ലാബുകളും ഇവിടെയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതുതായി നടപ്പാക്കിയ 4 വർഷ ബിരുദ പ്രോഗ്രാം, അതായത് FIUGP 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പാഠ്യപദ്ധതിയുമായി അസാപ്പ് നൈപുണ്യ കോഴ്സുകൾ നേരിട്ട് സംയോജിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയ നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അക്കാഡമിക് ക്രെഡിറ്റുകൾ ലഭിക്കാനും വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യരായ ബിരുദധാരികളായി മാറ്റാനും ഇത് സഹായിക്കുന്നു. 2026 തൊഴിൽ വിപണി പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹരിത സാങ്കേതിക വിദ്യയും ഊന്നിയുള്ളതായിരിക്കും. ഇതനുസരിച്ച് 150ഓളം കോഴ്സുകൾ അസാപ്പ് നൽകുന്നു. IT ആൻഡ് AI മേഖലയിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർമാർ, ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ എന്നിവർക്കുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം മുൻനിർത്തി IITകളും ഇൻഡസ്ട്രീസുമായി സഹകരിച്ച് AI, ജനറേറ്റീവ് AI, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയ കോഴ്സുകൾ അസാപ്പ് നൽകുന്നു. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ UK കെയർ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിംഗ്, കീമോതെറാപ്പി നഴ്സിംഗ്, മോളിക്കുലാർ ടെക്നിക്സ് ഇൻ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ, ആയുർവേദ തെറാപ്പിസ്റ്റ് തുടങ്ങിയ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നഴ്സിംഗ് ആരോഗ്യ കോഴ്സുകളും ലഭ്യമാണ്. അതുപോലെ തന്നെ ഹരിത സാങ്കേതിക വിദ്യയും EV വിപ്ലവവും വിഭാഗത്തിൽ സർട്ടിഫൈഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നീഷ്യൻ, ഹൈഡ്രോപോണിക്സ്, അഗ്രികൾച്ചറൽ ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് തുടങ്ങിയ കോഴ്സുകളിലൂടെ സുസ്ഥിരത വികസന മേഖലയ്ക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. വെറും സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുപരി വിദ്യാർത്ഥികൾക്ക് മികച്ച പ്ലേസ്മെൻറ്റുകൾ ഉറപ്പാക്കുന്നതാണ് അസാപ്പിൻ്റെ വിജയം. പഠനത്തോടൊപ്പം പ്രായോഗിക പരിശീലനം നൽകാൻ കരിയർ ലിങ്ക് എന്ന പോർട്ടലിലൂടെ നിരവധി ഇൻറ്റേൺഷിപ്പ് അവസരങ്ങളും അസാപ്പ് ഒരുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് അസാപ്പിൻ്റെ വെബ്സൈറ്റായ www.asapkerala.gov.in സന്ദർശിക്കാവുന്നതാണ്.
വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് ആധുനിക വിദ്യാർത്ഥി സമൂഹം. ആകർഷകമായ വെബ്സൈറ്റുകളും വർണ്ണാഭമായ വാഗ്ദാനങ്ങളും നൽകി വിദ്യാർത്ഥികളെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്ന വ്യാജ കൺസൾട്ടൻസികൾ ഇന്ന് വ്യാപകമാണ്. പഠിക്കാൻ പോകുന്ന സർവകലാശാലയുടെ അന്താരാഷ്ട്ര അംഗീകാരം, അവിടെ ജോലി ലഭിക്കാനുള്ള സാഹചര്യം, കാലാവസ്ഥ, ജീവിത ചെലവ് എന്നിവയെക്കുറിച്ച് സ്വയം പഠനം നടത്തുക എന്നതാണ് പ്രധാനം. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പോലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ വിവരങ്ങൾ ഉറപ്പുവരുത്താവുന്നതാണ്. സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സ്കോളർഷിപ്പുകളെക്കുറിച്ച് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി കൃത്യമായി മനസ്സിലാക്കാം. വിദേശ പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നോർക്ക റൂട്ട്സ് സജ്ജമാക്കിയിട്ടുള്ള പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണെന്നും അതുവഴി അവർക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ പരിഹാരം നേടാൻ സാധിക്കുമെന്നും നോർക്ക റൂട്ട്സ് പ്രോജക്റ്റ് മാനേജർ പ്രകാശ് P. ജോസഫ് അറിയിച്ചു. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വിവിധ കോഴ്സുകൾ പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഗണ്യമായ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം പ്രധാനമായും തൊഴിൽ കുടിയേറ്റവും അതുപോലെ തന്നെ വിദ്യാർത്ഥി കുടിയേറ്റവുമാണ്. തൊഴിൽ കുടിയേറ്റം സംബന്ധിച്ച് നിയമങ്ങൾ 1983 ദി എമിഗ്രേഷൻ ആക്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥി കുടിയേറ്റം സംബന്ധിച്ച് വ്യക്തമായ നിയമങ്ങളോ നിയന്ത്രണങ്ങളോ നിലവിലില്ല. സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ വിദേശ പഠനം ഏർപ്പാടാക്കുന്നതിനായി നിരവധി ഏജൻസികൾ കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ഇതിനായി പ്രത്യേക ലൈസൻസ് ആവശ്യമില്ല. ആയതിനാൽ വിദേശ പഠനത്തിനായി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഏത് ഏജൻസി വഴിയാണ് പോകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ആ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയും അവർ വഴി പോയിട്ടുള്ള മറ്റ് വിദ്യാർത്ഥികളുടെ വിവരങ്ങളും ശേഖരിക്കേണ്ടതും അത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതിനായി ഒരു ഏജൻസിയെ സമീപിക്കുകയും പണം ഏൽപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അംഗീകാരം, ഫീസ്, ജോലി സാധ്യത എന്നിവ സംബന്ധിച്ചും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സ് ഒരു സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പ്രധാനമായും വിദേശ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലെ വിവിധ കോഴ്സുകൾ, അതുപോലെ വിവിധ യൂണിവേഴ്സിറ്റികൾ ഇവയെല്ലാം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓരോ രാജ്യത്തെയും രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ സാമ്പത്തിക ക്രമീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകളും അവയുടെ ഫീസ് സ്ട്രക്ചറും യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് ഉൾപ്പെടെയുള്ള വിവരങ്ങളും വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായ വിവരങ്ങളെല്ലാം ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ വിവിധ വിദേശ രാജ്യങ്ങളിലെ വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പിന്റെ പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങളും സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടലിൽ ലഭ്യമാണ്. ഇതുകൂടാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ പരാതികൾ, അതിനായി ഒരു ഗ്രീവൻസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ഈ വെബ്സൈറ്റിലുണ്ട്. ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതും ഇതുവഴി അവർക്ക് സഹായം ലഭ്യമാക്കാവുന്നതുമാണ്. ഭാവി ജീവിതമെന്നത് കേവലം പരീക്ഷാഫലത്തിൽ മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. മാർക്കുകൾ നമ്മുടെ ബുദ്ധിയുടെയും കഴിവിൻ്റെയും ചെറിയൊരു അളവുകോൽ മാത്രമാണ്. ഉപരിപഠനം എന്നത് ജോലി ലഭിക്കാനുള്ള ഉപായമായി മാത്രം കാണാതെ ലോകത്തെ അറിയാനും സ്വയം നവീകരിക്കാനുമുള്ള പ്രക്രിയയായി അതിനെ സമീപിക്കുക. നമ്മുടെ താല്പര്യങ്ങളും കഴിവുകളും ഏതു മേഖലയിലാണോ ആ ദിശയിലേക്ക് നീങ്ങുക. ക്ഷമയും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതു കോണിലും നമുക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കും. ഓർക്കുക, നാം തിരഞ്ഞെടുക്കുന്ന പാത ഏതായാലും ആത്മവിശ്വാസത്തോടെയും അർപ്പണബോധത്തോടെയും മുന്നോട്ട് പോയാൽ വിജയം നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും. മികച്ച ഭാവിയിലേക്കുള്ള ചുവടുവയ്പിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകാശവാണിയുടെ ആശംസകൾ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.